KSRTCയിൽ ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചു. രാത്രി 12 മണിക്ക് ആരംഭിച്ച പണിമുടക്ക് പുരോഗമിക്കുകയാണ്. 12 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് INTUC സംഘടനകളുടെ ഏകദിന പണിമുടക്ക് നടക്കുന്നത്. ശമ്പളവും പെൻഷനും എല്ലാ മാസവും 1-ാം തീയതി വിതരണം ചെയ്യുക, DA കുടിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവ് ഇറക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് TDFന്റെ പണിമുടക്ക്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ബിനിൽ ലീല സാബുവാണ് ചേരുന്നത്. ബിനിൽ, ഒരുപക്ഷെ കാലങ്ങളായുള്ള ആവശ്യങ്ങളാണ് KSRTC തൊഴിലാളികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി ലഭ്യമാക്കുക എന്നത്. ഇപ്പോൾ ഈ പണിമുടക്ക് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? സാരമായി സർവീസുകളെ ബാധിച്ചിട്ടുണ്ടോ? എന്താണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിശദാംശങ്ങൾ? യുദ്ധം പണിമുടക്ക് സാരമായി തന്നെയല്ല, ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. മാത്രമല്ല, നമുക്ക് കാണാൻ കഴിയും, ഇപ്പോൾ ഞാനുള്ളത് തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെ പ്രധാനമായും ദീർഘദൂര സർവീസുകൾ ഏറെയുള്ള ഡിപ്പോയാണ്. ഇവിടെ നിന്നും ദീർഘദൂര സർവീസ് ഒന്നും തന്നെയും മുടങ്ങിയിട്ടില്ല. മറ്റൊന്ന് പ്രാദേശിക സർവീസുകളാണ്. അതും കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ്. ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല എന്നാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുക. നിലവിൽ എന്തായാലും സബ് ഡിപ്പോകളിലടക്കം ഈ പ്രാദേശിക സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ നേരത്തെ തീരുമാനിച്ചു, അതായത് തുടക്കത്തിൽ ഇവർ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചർച്ച നടത്തിയതാണ്. ആ ചർച്ച പരാജയപ്പെട്ടു. അതിനുശേഷമാണ് ഈ സമരത്തിലേക്ക് സൂചനാ പണിമുടക്കിലേക്ക് TDF പോയത്. ആ സമയത്ത് തന്നെ വകുപ്പ് തീരുമാനിച്ചത് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് ഈ സർവീസുകൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ തുടരുന്ന അങ്ങനെയാണ്. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് പകരം ആളുകളെ ഏർപ്പെടുത്തിയ സർവീസുകൾ തുടരുന്നുണ്ട്. നിലവിൽ ഈ സമരക്കാർ അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ മാത്രമാണ് അർദ്ധരാത്രിക്ക് ശേഷം ഒരു സ്വിഫ്റ്റ് ബസ് പാപ്പനംകോടാണ് സ്വിഫ്റ്റ് ബസ് തടഞ്ഞത്. അത് അപ്പോൾ തന്നെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. നിലവിൽ എന്തായാലും സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല അല്ലെങ്കിൽ എന്നുള്ള നിലപാട് തന്നെയാണ് TDF മുന്നോട്ട് വയ്ക്കുന്നത്. 12 ആവശ്യങ്ങളുണ്ട്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഈ ശമ്പളം കൃത്യമായി 1-ാം തീയതി നൽകുക എന്നുള്ളതാണ്. 5-ാം തീയതി നൽകുമെന്നാണ് നേരത്തെ മന്ത്രി അടക്കം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇപ്പോഴും മാസം പകുതിയൊക്കെ ആകുമ്പോഴാണ് ഈ ശമ്പളം ലഭിക്കുന്നത്. അതിനൊപ്പം തന്നെ DA അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ സമരം പുരോഗമിക്കുകയാണ്. പക്ഷേ കാര്യമായി ബാധിച്ചിട്ടില്ല. സംസ്ഥാനത്ത് ആകെ പരിശോധിച്ചാൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗൗതം, ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും എന്തായാലും ഇപ്പോൾ TDF പ്രഖ്യാപിച്ച ഈ സമരം പുരോഗമിക്കുകയാണ്. എന്നാൽ സാരമായി സർവീസുകളെ ബാധിച്ചിട്ടില്ല ഈ ഘട്ടത്തിലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി നൽകണം, 1-ാം തീയതി തന്നെ നൽകണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. വിശദാംശങ്ങൾ നൽകിയത് ബിനിലാണ്.